67ാമത് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മത്സരങ്ങൾ പുരോഗമിച്ചു വരികയാണ്. പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും കാര്യമായ തടസ്സമൊന്നും മത്സരങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത്ലറ്റിക്സ് പൂർത്തിയായതും തുടരുന്നത് 30 എണ്ണം പൂർത്തിയായി 96 എണ്ണം ആണ് മത്സരം നടക്കേണ്ടത്. അക്വാട്ടിക് 33 എണ്ണം പൂർത്തിയായി 103 എണ്ണമാണ് നടക്കേണ്ടത്. ഗെയിംസ് 299 എണ്ണം പൂർത്തിയായി 535 ഇനങ്ങളാണ് നടക്കേണ്ടത്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 742 പോയിൻറ്റോടെ തിരുവനന്തപുരം 1ാം സ്ഥാനത്താണ്. അതിനിപ്പം വൈകുന്നേരമാകുമ്പം കുറച്ചുകൂടെ മാറ്റം വരുന്നേക്കും. ഇപ്പോൾ ഉള്ള വിവരം അനുസരിച്ച് 409 പോയിൻറ്റോടെ കണ്ണൂർ 2ാം സ്ഥാനമാണ്. 376 പോയിൻറ്റോടെ തൃശ്ശൂർ 3ാം സ്ഥാനമാണ്. 28-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് സമാപന സമ്മേളനം നടക്കുന്നത്. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഗവർണറാണ് മുഖ്യാതിഥി. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഭിന്നശേഷി കുട്ടികളെല്ലാം മത്സരം കഴിഞ്ഞ് സമ്മാനമെല്ലാം വാങ്ങി സന്തോഷത്തോടു കൂടി അവർ മടങ്ങിപ്പോയി. അവർക്ക് ഒരു ദിവസം കൂടെ അവിടെ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞ് അത് ചെയ്തു കൊടുത്തായിരുന്നു. മറ്റൊരു കാര്യം, ഈ കായിക അധ്യാപകർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ബോധ്യപ്പെട്ടു, കായികാധ്യാപകർ ഇല്ലെങ്കിലും ഇതേപോലുള്ള മെഗാ ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായികമേള നമുക്കെല്ലാം നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. കായിക അധ്യാപകരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യം 2 ആവശ്യം ഉണ്ടായിരുന്നു. ഒരാവശ്യം എന്ന് പറയുന്നത് 500 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റി അവർ പറഞ്ഞു 300 കുട്ടികൾക്ക് ഒരു അധ്യാപനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഉത്തരവ് ഇറക്കി കൊടുത്തു. അപ്പോഴാണ് പുതിയൊരു ആവശ്യമായിട്ട് വന്നത്, മുൻകാല പ്രാബല്യത്തോടുകൂടി വരണം. ആ ഉത്തരവ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഡയറക്ഷൻ കൊടുത്തു. ആ ഉത്തരവും അങ്ങനെ തന്നെ ഇറക്കി, മുൻകാല പ്രാബല്യത്തോടുകൂടി. അങ്ങനെ മുൻകാല പ്രാബല്യത്തോടുകൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 14 പേർ ത്രോൺ ഔട്ടായി പോയ 14 പേരെ തിരിച്ച് ജോലിയിൽ കിട്ടുന്ന സാഹചര്യമാണ്. മൂന്നാമതൊരു കാര്യം പറഞ്ഞത്, അവർക്ക് മറ്റധ്യാപകരെ പോലെ ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില കുറവുകളുണ്ട്, ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില കുറവുകളുണ്ട്. അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അതും നമ്മൾ അനുവദിച്ച് കൊടുത്തായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അവർ പല സ്ഥലങ്ങളിലും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു. പല സ്ഥലങ്ങളിലും അവർ സമര നോട്ടീസ് തന്നു എന്ന് ചോദിച്ചാൽ സമര നോട്ടീസ് തന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും എങ്ങനെ ഇതിനെ ബുദ്ധിമുട്ടുണ്ടാക്കാം, നമ്മുടെ കുട്ടികളെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എന്തോ സമരമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ല. അവർ ഡ്യൂട്ടി നിർവഹിക്കാതെ മാറിയിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ കായികമേള നടത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ജില്ലാ കായികമേള നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ ഇത്രയും അവർ പറഞ്ഞ എല്ലാ കാര്യവും സമ്മതിച്ചു കൊടുത്ത് ഒരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ട് പോലും അവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് കായിക രംഗത്തോടെ ഒരു സ്നേഹമില്ല,
തങ്ങളൊരു കായിക അധ്യാപകർ എന്നുള്ള നിലയിൽ ഈ വിദ്യാർത്ഥികളോട് ഒരു സ്നേഹമോ വിദ്യാർത്ഥികളോട് ഒരു പരിഗണനയോ കാണിക്കുന്നതിന് വേണ്ടി ഈ നിർണായക അവസരത്തിൽ പോലും തയ്യാറായിട്ടില്ല. വളരെ ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്.